ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു Anistechfactory. ഒരു മലബാർ സ്പെഷ്യലായ നെയ്പത്തിരിയാണ് ഞാനിന്നുണ്ടാക്കുന്നത്. ഇതിന് പൊരിച്ച പത്തിരി എന്നും ചട്ടിപ്പത്തിരി എന്നും പറയാറുണ്ട്. നല്ല ടേസ്റ്റുള്ള ഈ പത്തിരി വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കടകളിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്കുമൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്ന് നോക്കാം. ഇതിന് മെയിനായിട്ട് വേണ്ടത് അരിപ്പൊടിയാണ്. വറുത്തെടുത്ത നൈസായിട്ടുള്ള അരിപ്പൊടി. ഇടിയപ്പത്തിൻ്റെ പാകത്തിനൊക്കെ നമ്മൾ വറുത്തെടുക്കില്ലേ, അതുപോലത്തെ അരിപ്പൊടി. ഇത് മെഷർമെൻറ്റ് കപ്പിന് 3 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഉപ്പുപൊടി 1 ടേബിൾ സ്പൂൺ. അരക്കപ്പ് തേങ്ങ ചിരകിയതും 2 ചെറിയ ഉള്ളിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. പഞ്ചസാര 1 ടേബിൾ സ്പൂൺ. ഇത് ഓപ്ഷണലാണ്. ബ്രേക്ക്ഫാസ്റ്റിന് കറി കൂട്ടി കഴിക്കണമെന്നുള്ളവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാം. ഞാനിപ്പോൾ ഈവനിങ് സ്നാക്കായിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് പഞ്ചസാര ചേർക്കുന്നുണ്ട്. കരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ. ജീരകം 1 ടീസ്പൂൺ. 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. മൈദ 3 ടേബിൾ സ്പൂൺ. പത്തിരി ഒന്ന് പരത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈദ എടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി സ്റ്റവ് ഓണാക്കി പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 3 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. 3 കപ്പ് അരിപ്പൊടിക്ക് 3 കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ഉപ്പുപൊടിയും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യില്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. കൂടാതെ മാവിന് നല്ലൊരു മയവും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഓയിലോ നെയ്യോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടിയിട്ട് ഇളക്കി കൊടുക്കണം. ഈ സമയം സ്റ്റൗ ലോ ഫ്ലെയിമിലായിരിക്കണം. കുറേശ്ശെ പൊടി വേണം ഇട്ടുകൊടുത്ത് യോജിപ്പിച്ചെടുക്കാൻ. ഇപ്പോൾ അരിപ്പൊടിയുടെ സെയിം അളവിനാണ് ഞാൻ വെള്ളവും എടുത്തിരിക്കുന്നത്. അരിപ്പൊടിയുടെ മൂപ്പിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിനും വ്യത്യാസം വരാം. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന പൊടിക്കനുസരിച്ച് വെള്ളം കുറവാണെന്ന് തോന്നിയാൽ പച്ചവെള്ളം ഒഴിക്കാതെ തിളപ്പിച്ച വെള്ളം റെഡിയാക്കി വയ്ക്കണം. അത് ആവശ്യത്തിനനുസരിച്ച് അല്പാൽപ്പം ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാ പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ മാവ് നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ എടുത്തു വച്ചിരിക്കുന്ന കരിഞ്ജീരകം, ജീരകം, വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. കരിഞ്ജീരകം ചേർക്കുമ്പോഴാണ് കടകളിൽ നിന്ന് കിട്ടുന്ന പത്തിരിയുടെ അതേ രുചി നമുക്ക് കിട്ടുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കണം. പത്തിരിക്ക് ഒരു മഞ്ഞ കളർ കിട്ടുന്നതിന് വേണ്ടി 1 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. അത് പൊടി ഇടുന്നതിന് മുൻപ് വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണം. പക്ഷേ ഞാൻ ചേർക്കാതെയാണ് ഇതുണ്ടാക്കുന്നത്. ഇപ്പോൾ എല്ലാം നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ആറുന്നതിന് വേണ്ടിയിട്ട് മൂടി വയ്ക്കാം. ഇപ്പോൾ 5 മിനിറ്റായി. നമുക്കൊന്ന് തുറന്നു നോക്കാം. കുറച്ച് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ നന്നായി കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കുഴയ്ക്കണമെങ്കിൽ കുഴയ്ക്കാം. ഞാനിപ്പോൾ ഇതിൽ തന്നെ വെച്ച് കുഴച്ചെടുക്കുകയാണ്. ഇപ്പോൾ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. കൗണ്ടർ ടോപ്പിലിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ആദ്യം അല്പം മൈദ വിതറിക്കൊടുക്കാം. വലിയ ഉരുളകളാക്കി വേണം മാവെടുക്കാൻ. അല്പം കനത്തിലാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. ഒരെണ്ണം പരത്തി കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ലിഡാണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ച് നമുക്ക് മോൾഡ് ചെയ്തെടുക്കാം. ഒരു 1/4 ഇഞ്ച് തിക്നെസ് എങ്കിലും ഉണ്ടായിരിക്കണം, എന്നാലേ നല്ല സോഫ്റ്റായി വരികയുള്ളൂ. ഇതുപോലെ ഇനി ബാക്കിയുള്ള മാവ് കൂടി പരത്തിയെടുക്കാം. മാവെല്ലാം പരത്തി നല്ല മോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലതുപോലെ ചൂടായ ശേഷം പരത്തി വെച്ച ഓരോ പത്തിരി ഇട്ട് കൊടുക്കാം. ഒരു വശം ചൂടായി കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ സമയം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. മറിച്ചിട്ട് കഴിഞ്ഞാൽ ദാ ഇതുപോലെ എണ്ണയുടെ മുകളിലേക്ക് പൊങ്ങി വരും. പത്തിരി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പത്തിരി ഇടുന്ന സമയത്ത് ഓയിലിന് നല്ല ചൂടുണ്ടായിരിക്കണം, എന്നാലേ പൊങ്ങി വരികയുള്ളൂ. ഒരു സൈഡ് മറിച്ചിട്ട ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇങ്ങനെ ഓരോന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം.
നെയ് പത്തിരി ഈവനിങ് സ്നാക്കായിട്ട് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിന് ചിക്കൻ, മട്ടൺ, ഗ്രേവിയോടുകൂടിയെല്ലാം കഴിക്കാനും വളരെ നല്ലതാണ്. ഇപ്പോൾ ആദ്യം ഇട്ട പത്തിരി റെഡി ആയിട്ടുണ്ട്. രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇതെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ് നെയ് പത്തിരി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഓക്കെ, until then, see you in the next video.